നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമോ എനിക്ക് ഉറപ്പില്ല. പക്ഷേ ചിലർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. ഒരുപാട് വിലയുടെ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 10 രൂപയ്ക്ക് 10 രൂപ ലാഭം കിട്ടിയാൽ നല്ലതല്ലേ. ഡിസൈൻ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യാമറ, ലെൻസ്, പിന്നെ ഈ GoPro പോലുള്ള ആക്ഷൻ ക്യാമറകൾ, മൈക്കുകൾ, കേബിളുകൾ, മെമ്മറി കാർഡ്, ക്യാമറ ബാഗുകൾ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതൊരു മഹാരാഷ്ട്ര ബേസ്ഡ് സ്റ്റോർ ആണ്. അപ്പൊ നമ്മൾ സാധനം ഓർഡർ ചെയ്താൽ അവിടെ നമുക്ക് അവർ അയച്ചു തരികയാണ് ചെയ്യുന്നത്. എന്താ ഇപ്പൊ ഇതിൽ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ സാധനം കണ്ടോ, DJയുടെ മൈക്ക് മിനി 2, മൈക്ക് മിനി അല്ല, മൈക്ക് മിനി 2. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആ മൈക്കാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ അറ്റാച്ച്മെന്റ് ഒക്കെ ഇങ്ങനെ മാറ്റി പല കളറിലുള്ള സാധനങ്ങൾ മാറ്റി വെക്കുക. അതാണ് മൈക്ക് മിനി 2. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 1.5 ആഴ്ചയായി. ഞാനൊന്ന് യൂസ് ചെയ്ത് റിവ്യൂ കൂടെ നോക്കിയിട്ട് വീഡിയോ ഇടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അടക്കം പല വെബ്സൈറ്റുകളിലും ഞാൻ ഇതിന്റെ പ്രൈസ് മേടിക്കുന്ന ടൈമിൽ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 15,000 രൂപയായിരുന്നു ഇതിന്റെ പ്രൈസ് കിടന്നത്. പക്ഷേ ഈ സൈറ്റിൽ മാത്രം ഇതിന് 10,000 രൂപ, അതായത് 5,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോഴല്ല ശ്രദ്ധിച്ച, പല സാധനങ്ങളും വാങ്ങുമ്പോഴത്തേക്ക് ഈ വെബ്സൈറ്റിനകത്ത് മാത്രം എല്ലായിടത്തും നിന്ന് നല്ല രീതിയിൽ പ്രൈസ് ഡിഫറൻസിലായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്തെങ്കിലും ഉടായ്പ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി ഇത്രയും നാൾ ഇങ്ങനെ അതിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഇതിപ്പോൾ ഞാനൊന്ന് റിസ്ക് എടുത്ത് ഈ സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഓർഡർ ചെയ്തു, സാധനം കിട്ടി, ഒരു കുഴപ്പമില്ല, സെറ്റ്. റിവ്യൂസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല റിവ്യൂസ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇത്രയും പ്രൈസ് ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. ഈ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിസ്ക് എടുത്ത് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തു. ഇത് വരുന്നിടം വരെ എനിക്ക് ടെൻഷൻ ആയിരുന്നു. ഞാൻ കൊണ്ട് COD ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തത്. ബോക്സ് വന്നപ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റി പാക്കിങ്, നല്ല രീതിയിൽ മറ്റേ ഫോം ഷീറ്റും അല്ലെങ്കിൽ ബൗൾഡർ പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് സാധനം വന്നത്. എന്നിട്ടും ടെൻഷൻ മാറിയില്ല. ഞാൻ ഈ ബോക്സ് പൊട്ടിച്ചു. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണോ, അതാണോ നോക്കിയപ്പോൾ സാധനം അത് തന്നെയാണ്. എന്നിട്ടും ടെൻഷൻ. ഞാൻ വീണ്ടും DJയുടെ വെബ്സൈറ്റിൽ കയറി ഈ സംഭവം രജിസ്റ്റർ ചെയ്തു. പെർഫെക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് രജിസ്റ്റേർഡ് ആയി. പിന്നെയും ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് ഒരു 1.5 ആഴ്ചയോളം പല വീഡിയോയ്ക്കായിട്ട് യൂസ് ചെയ്ത് ഇതുവരെയും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത്രയും ക്ലാരിറ്റി വരുത്തിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയത്. ഫ്യൂച്ചറിൽ ഇനി എന്താവും അറിഞ്ഞില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് വാറണ്ടിയുടെ ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിന് പെർഫെക്റ്റ് ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ പ്രോഡക്റ്റ് വാങ്ങിയാലും ബില്ല് വരുമായിരിക്കും. എൻ്റെ ഒരു കസിൻ ഇവരുടെ അടുത്ത് തന്നെ ഒരു ക്യാമറ ബാഗും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ആയിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെബ്സൈറ്റിലുള്ള വേറെ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോഡക്റ്റ് നോക്കി ഈ വെബ്സൈറ്റിലുള്ളതിനേക്കാളും കുറഞ്ഞ പ്രൈസിന് വേറെ എവിടെയെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുമായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ആ വിലയ്ക്കോ അതിന് താഴ്ന്ന വിലയ്ക്കോ വാങ്ങാന്നൊക്കെയാണ് ഒരു വെബ്സൈറ്റിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങളൊരു സാധനം വാങ്ങിച്ചിട്ട് ഈ ഡിസൈൻ ഇൻഫോയെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റോ സ്റ്റോറി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 1000 റുപ്പീസ് വരെയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അവരെനിക്ക് ക്യാഷ് ബാക്കും കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ജാക്ക് പോട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, നിങ്ങൾ ഫ്രണ്ട്സ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ ആ കാര്യം ഒന്ന് പറയാൻ വന്നതാണ് ഗൈസ്. അത്രേ ഉള്ളൂ. ബൈ.